കഴിഞ്ഞ ഈ ഫെബ്രുവരി മാസം ഈ വാഴക്കുളത്തൊരു കൺവെൻഷൻ നടത്തിയപ്പോൾ ഒരു വലിയൊരു ദൈവാനുഭവം എനിക്കുണ്ടായി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായൊരു അനുഭവമായിരുന്നു. അതായത് അവിടെ ഒരു ദിവസം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടുള്ള തീരുമാനം എടുത്ത് പരിശുദ്ധ അമ്മ പറഞ്ഞു, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ രോഗികളെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഒരുപാട് രോഗികളും അതുപോലെ തകർന്ന് ഒരുപാട് വിഷമം അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളൊന്നും. അപ്പോൾ ഇങ്ങനെ ആളുകൾ ഇന്ന് ക്യൂ നിൽക്കുക, പെട്ടെന്ന് അടുത്ത് ശരിക്കും ക്ഷീണമൊക്കെ ഇപ്പോൾ ഓരോരുത്തർക്ക് വേണ്ടി പെട്ടെന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഓടിച്ച് പ്രാർത്ഥിച്ചു വിടുക. പെട്ടെന്നൊരു കുടുംബം, ഭാര്യയും ഭർത്താവും കൂടെ വന്നു. അപ്പോൾ രണ്ടുപേരും കരയുന്നുണ്ട്. ഇപ്പോൾ കണ്ടപ്പോൾ ഈശോ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, വെയിറ്റ്, ഇവർക്ക് വേണ്ടി നീ കാര്യമായിട്ട് പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി. ഇവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. സംഭവം എന്ന് വെച്ചാൽ ഇവൾക്ക് ഒരു 28 വയസ്സ് പ്രായം, കെട്ടിയവന് ഭർത്താവിന് ഒരു 32-31 വയസ്സ് പ്രായം. ഇവർക്കൊരു കുഞ്ഞുണ്ട്. പക്ഷേ കുഞ്ഞുണ്ടായിക്കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു സ്ട്രോക്ക് ഉണ്ടായി, ബ്രെയിൻ സ്ട്രോക്ക്. ശരിക്കൊരു സ്ട്രോക്ക് ഉണ്ടായിട്ട് ഇവളുടെ ഒരു കൈയും ഒരു കാലും തളർന്നുപോയി. ഇവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പിന്നെ അവർ ചികിത്സയൊക്കെ ചെയ്ത് ഈ കൈയും കാലും അത്യാവശ്യം ഇവർക്ക് നടക്കാൻ പറ്റും. പക്ഷേ കൈക്ക് ബലമില്ല, വലത് കൈക്ക് ഒട്ടും ബലമില്ലെന്ന് മാത്രമല്ല, അവളുടെ ഏറ്റവും വലിയ സങ്കടം ബലമില്ല എന്നതിനേക്കാൾ ഉപരി ഈ വലത് കൈക്ക് സ്പർശന ശക്തിയില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. സെൻസേഷൻ ഇല്ല, സ്പർശന ശക്തി കംപ്ലീറ്റ് പോയി. അപ്പം അതിൻ്റെ വലിയ ദുഃഖം. അപ്പോൾ ഇവൾ കരഞ്ഞോട് പറയാം, അച്ഛാ, എൻ്റെ കുഞ്ഞിനെ എനിക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റുന്നില്ല, കുഞ്ഞിനെ എടുത്ത് മടി വെക്കാൻ പറ്റുന്നില്ല, കൊച്ചു വന്ന് എന്നെ തൊട്ടാൽ എനിക്ക് അറിയാൻ പറ്റുന്നില്ല, അതാണ് എൻ്റെ സങ്കടം, ബാക്കി എന്ത് സാരമില്ല, എനിക്കിതാണ് സങ്കടം. അപ്പോൾ ഇത് പറയുമ്പോഴത്തേക്ക് ഇവനും കൂടെ കരയാൻ തുടങ്ങി. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ശക്തമായിട്ട് പറയാൻ തുടങ്ങി. ശക്തമായിട്ട് പറഞ്ഞു, ഇവളുടെ തലയ്ക്ക് വെച്ച് നീ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഹല്ലേലൂയ. പലപ്പോഴും ബന്ധിച്ച് പ്രാർത്ഥിക്കും, കണ്ടിട്ടൊന്നുമില്ല, വചനത്തെ വിശ്വസിക്കും. വചനം പറയുന്നു അത് ഞാൻ ചെയ്യുന്നു, അല്ലാണ്ട് വേറൊന്നുമല്ല. വചനം എന്ത് പറയുന്നു അതത് പിടിച്ച് ചെയ്യുന്നു. സ്ഥലമെടുത്ത് പറഞ്ഞു ഹല്ലേലൂയ. അങ്ങനെ ഈ മകളുടെ തലയ്ക്ക് യേശുനാമത്തിൽ ബന്ധിക്കുന്നു. വെറുതെ നമ്മളിങ്ങ് പ്രാർത്ഥിക്കുക, വിശ്വാസത്തോട് പ്രാർത്ഥിക്കുക. വചനത്തിൽ പറഞ്ഞതെല്ലാം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. വചനത്തിൽ പറയാത്തൊന്നുമില്ല. വചനത്തിൽ പറഞ്ഞിട്ടുള്ളത് ഉണ്ടെന്ന് പറഞ്ഞത് ഇല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവനെ വിശ്വസിക്കത്തുമില്ല. സ്ഥലമെടുത്ത് പറഞ്ഞു ഹല്ലേലൂയ. അപ്പോൾ ഈ മകളുടെ തലയ്ക്ക് യേശുനാമത്തിൽ ബന്ധിക്കുന്നു പ്രാർത്ഥിച്ചിട്ട് ആ നമ്മളും തെളിച്ചു. അപ്പോൾ ഈശോ പെട്ടെന്ന് പറഞ്ഞു, ഇവളുടെ കൈവിരളയിലൊന്ന് കയറി ഒന്ന് പിടിക്കാൻ ഈശോ എന്നോട് പറഞ്ഞു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാ ശുശ്രൂഷകരെല്ലാം നിൽക്കുക. അപ്പോൾ ഈശോ ഞാൻ പറഞ്ഞു, എൻ്റെ മോള് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ കൊച്ചിൻ്റെ ഈ കയ്യിലോട്ട് ഇങ്ങി പിടിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഇപ്പോൾ ഒറ്റ കാർച്ച, അതായത് അറിയോ, നഷ്ടപ്പെട്ടു പോയ സെൻസേഷൻ ആ സമയത്ത് കർത്താവ് ഈ കുഞ്ഞിന് പൂർണ്ണമായിട്ടും തിരിച്ചു കൊടുത്തുകൊണ്ട് ടോട്ടലി ഹീൽഡ്. നീ പാപിയാകട്ടെ, മാരക പാപിയാകട്ടെ, ഒരുപക്ഷേ നീ ചെയ്യാത്ത ഒരു തെറ്റും കാണില്ല. പക്ഷേ നീ ആ ഈശോയിലേക്ക് വരികയാണെങ്കിൽ, ഈശോയെ നിൻ്റെ ദൈവവും കർത്താവും രക്ഷകനും ഒക്കെ ആയിട്ട് സ്വീകരിച്ച് ഈശോയുമായിട്ട് നീ ഈശോയോട് രക്ഷകൻ നിന്നെ തന്നെ സമർപ്പിക്കുക, സറണ്ടർ ചെയ്ത്. ഈശോയാണ് എൻ്റെ ദൈവം, അല്ല പണമല്ല എൻ്റെ ദൈവം, ലോകമല്ല എൻ്റെ ദൈവം. ദൈവം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? സർവശക്തൻ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സർവശക്തൻ. പിന്നെന്താണ് ദൈവം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? സ്രഷ്ടാവ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാത്തിൻ്റെയും സ്രഷ്ടാവ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും ദൈവം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? നമ്മെ പരിപാലിക്കുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മെ രക്ഷിക്കുന്നവൻ. അതാ ദൈവം എന്ന്. ആ ഒരു ഒറ്റൊരാളേ ഉള്ളൂ. അപ്പനില്ല നമുക്കാർക്ക്, ഒരപ്പനേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിനും എല്ലാത്തിനും ഒരപ്പനേ ഉള്ളൂ, ഒരൊറ്റ രക്ഷകനേ ഉള്ളൂ, ഒരു കർത്താവേ ഉള്ളൂ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ആ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നീ ചെന്ന് നിന്നെ തന്നെ മുഴുവനായിട്ടും സമർപ്പിക്കണം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ധൂർത്തപുത്രൻ നമുക്കറിയാം, അപ്പൻ്റെ വീട്ടിൽ നിന്ന് അവൻ ഇറങ്ങിപ്പോകുമ്പോൾ അവനും പണം മേടിച്ചുകൊണ്ട് പോവുക. സ്വത്ത് എൻ്റെ വീതം എനിക്ക് തരാൻ പറഞ്ഞു, അതും വാങ്ങിച്ചുകൊണ്ട് അവനങ്ങ് പോവുകയല്ലേ. ആ പോക്ക് അവനൊക്കുന്നത് അപ്പൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാണ്ട് തന്നെ ഞാൻ ജീവിച്ച് കാണിച്ചു തരാം, ഞാൻ സന്തോഷിക്കുന്ന എല്ലാവർക്കും കാണിച്ചു തരാം. ഈ അപ്പൻ്റെ അടുത്ത് നിൽക്കുന്ന എൻ്റെ എല്ലാ സന്തോഷങ്ങളും പലരും വിചാരം ഈശോയുടെ അടുക്കുമ്പോൾ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്ന്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ.
അപ്പോൾ അതുകൊണ്ട് ഇവനങ്ങ് പോയിട്ട് അവൻ എല്ലാ സുഖങ്ങളും അനുഭവിക്കാൻ പോവുക. സുഖങ്ങൾ അനുഭവിക്കുക. അവൻ മദ്യപിക്കുന്നു, അവൻ വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോകുന്നു, ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നു, ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകളൊക്കെ ഉണ്ട്, ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സുകൾ ഒക്കെ. അന്ന് സുഹൃത്തുക്കളെ കണ്ടുപിടിച്ചു, അവരുടെ കൂടെയാണ് അവൻ്റെ ജീവിതം മുഴുവൻ. രാത്രി സമയങ്ങളൊക്കെ അവൻ്റെ കൂട്ടുകാരികളുടെ കൂടെ ജീവിതം ചെലവഴിച്ച് അങ്ങനെ സുഖിച്ച് സന്തോഷിച്ചിങ്ങനെ നടക്കുക. പക്ഷേ അങ്ങനെ പോയി കുറേ കഴിഞ്ഞപ്പോൾ പറയുന്നുണ്ട്, അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന മുഴുവൻ തീർന്നു പോയി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, മുഴുവൻ തീർന്നു. ഒറ്റപ്പെട്ടവനായി തീർന്നു, ആരും ഇല്ലാത്തവന് തീർന്നു, മുഴുവൻ നഷ്ടപ്പെട്ട ഒരവസ്ഥ. അവൻ്റെ ആരോഗ്യം പോയി, അവൻ്റെ കഴിവ് പോയി, അവൻ്റെ സൗന്ദര്യം പോയി, അവൻ്റെ കയ്യിലിരുന്ന പണം മുഴുവൻ തീർന്നു. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. വചനം പറയുന്നിങ്ങനെയാണ്. അപ്പോൾ അവന് വചനം വായിക്കുമ്പോൾ ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി അവിടെ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ച് കളഞ്ഞു. മുഴുവൻ ദൈവം കൊടുത്ത് അപ്പം കൊടുത്തത് മുഴുവൻ കളഞ്ഞു. ഒന്നുമില്ലാതായി തീർന്നു. അവനെല്ലാം ചെലവഴിച്ച് കഴിഞ്ഞപ്പോൾ ആ ദേശത്തൊരു കഠിന ക്ഷാമമുണ്ടാകുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവനെല്ലാം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, വലിയ ഞെരുക്കത്തിലും വേദനയിലും ദുഃഖത്തിലും കെണിയിലുമാവും. ചില ആളെന്ന് വെച്ചാൽ ഞാൻ ചില കെണിയിൽപ്പെട്ടു, ചില ബന്ധങ്ങളുടെ കെണിയിൽ പെട്ടുപോയി. ഇനി ഇത് ഉപേക്ഷിക്കാനും പറ്റത്തില്ല, മുന്നോട്ട് പോകാനും പറ്റത്തില്ല. എൻ്റെ ആത്മാവും നശിക്കുമെന്ന് എനിക്ക് ഉറപ്പ്. എൻ്റെ ജീവിതം മുഴുവൻ തീരുന്നു. മനസ്സിലായി? ഒരു കാലത്ത് ഇതാണ് സന്തോഷമെന്ന് കരുതി ഈ ബന്ധം സൂക്ഷിച്ചു. ഇന്നിതൊരു കുരിശായിട്ടും ദുരിതമായിട്ടും ബന്ധനമായിട്ടും മാറി. ഇതിന് പുറത്ത് കിടക്കാൻ ചിലവെന്ന് വെച്ചാൽ മദ്യപാനം എന്നെ ഇന്ന് വലിയ കുഴി കൊണ്ട് എത്തിച്ചു. എല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ ഭാര്യയെപ്പോലും ഇത് കാരണം എനിക്ക് നഷ്ടപ്പെട്ടു, എൻ്റെ മക്കളെ നഷ്ടപ്പെട്ടു, എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു, എൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, എൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, മുഴുവൻ തീർന്നു. ഇതെനിക്ക് സന്തോഷം തരുമെന്ന് കരുതിക്കൊണ്ട് ഞാനതിനെ കെട്ടിപ്പിടിച്ചതാ. ഇന്നെനിക്ക് മനസ്സിലായി അതെനിക്ക് കണ്ണുനീര്, മുഴുവൻ ഞെരുക്കത്തിലായി, ആരുമില്ലാത്തവനായി. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, യേശുവേ നന്ദി. അപ്പോൾ അവൻ എന്ത് ചെയ്തു? വചനം പറയുന്നത് അപ്പോൾ ഞെരുക്കത്തിലായി. അവൻ ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്ത് അഭയം തേടി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ആരും വേണ്ടാത്തവനെ, ഒരിക്കലും അവൻ്റെ കൂട്ടുകാർക്കെല്ലാം അവനെ വേണമായിരുന്നു. പണമുണ്ടായിരുന്നപ്പോൾ, ആരോഗ്യമുണ്ടായിരുന്നപ്പോൾ, സൗന്ദര്യമുണ്ടായിരുന്നപ്പോൾ, കഴിവുകളുണ്ടായിരുന്നപ്പോൾ, ഇപ്പോൾ അവനോടുള്ള തൃപ്തി, അവനോടുള്ള താല്പര്യം പോയി. അവൾ പറഞ്ഞു, എന്നോടിപ്പോൾ താല്പര്യമില്ല, എന്നെ ഇപ്പോൾ ആർക്കും വേണ്ടാത്തവനായി, മക്കൾക്ക് പോലും വേണ്ട, ആർക്കും വേണ്ട, ഒറ്റപ്പെട്ടവളായി തീർന്നു. ഈ കഴിഞ്ഞ നാളുകളൊരു കുട്ടി എനിക്ക് സങ്കടം വന്നവൻ്റെ കാര്യം ഓർത്തപ്പോൾ അവൻ്റെ അപ്പനും അമ്മയും വന്ന് എന്നോട് പറയാ, അച്ഛാ ഇവനെ കൊണ്ടാണ് വന്നത്, വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഒരാളെ പ്രേമിച്ചു, 22 വയസ്സെങ്ങോട്ടേ ഉള്ളൂ, കല്യാണം കഴിച്ചത് 36 വയസ്സുണ്ട്. പിസലോഷ് ഒരു കൊച്ചുള്ളതിനെ പോയി കല്യാണം കഴിച്ചു. അവളും ഇവനെ ഇങ്ങനെ പിടിച്ചിരിക്കുക. എന്തൊരവസ്ഥയാണ്. നമുക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് ചിരി വരും, പക്ഷേ ഒരു ജീവിതം തകരുകയല്ലേ. ശ്രമപ്പെടുത്തപ്പോൾ ഹല്ലേലൂയാ. ഇത് നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും, പക്ഷേ തകരുകയല്ലേ, വേദനയ്ക്കല്ലേ. ആരുമില്ലാത്തതായില്ലേ, അവൻ ആരുമില്ലാതെ പോയില്ലേ, അവൾക്ക് ആരുമില്ലാതായില്ലേ. അപ്പോൾ കാണുന്നതിനെ കയറി പിടിക്കുക. അപ്പം അത്രമാത്രം അതപ്പതിച്ചു, അത്രമാത്രം ഞെരുക്കത്തിലായിപ്പോയി. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, യേശുവേ നന്ദി. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അവൻ അവനെ പന്നികളെ മേയ്ക്കുവാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കാൻ അവൻ ആശിച്ചു, പക്ഷേ ആരും അവന് കൊടുത്തില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. പന്നി തിന്നുന്ന തവിട്, ഇത് സ്നേഹം തേടുന്ന ജനമാണ്. ശരിക്കും സ്നേഹം തേടി പോകുന്ന മക്കൾ, ഒരുപാട് മക്കൾ സ്നേഹം തേടി തവിട് കഴിക്കുന്നുണ്ട്. തവിടാണ് സ്നേഹം. വാട്സപ്പും ഫേസ്ബുക്കും ഇൻ്റർനെറ്റിലും കൂടെ പോയിട്ട് ഒരുപാട് തവിട് കഴിക്കുന്ന, ഒരുപാട് മൃഗങ്ങളെ പോലെ ജീവിക്കുന്ന ആളുകൾ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുണ്ട് ഇന്ന്. നമ്മുടെയൊക്കെ കുടുംബങ്ങളുണ്ട് പന്നിക്കൂട്ടിലെ തവിട് കഴിക്കുന്നു, സ്വവർഗരതിക്കൊക്കെ അടിമപ്പെട്ട് കഴിയുന്ന മക്കൾ, അശുദ്ധിയുടെ വഴിയിൽ വ്യാപരിക്കുന്ന മക്കൾ, അശുദ്ധ സംഭാഷണം ഏർപ്പെടുന്ന മക്കൾ, മദ്യത്തിൻ്റെ മേഖലയിൽ പോകുന്ന മക്കൾ, അത് തവിട് കഴിക്കുന്നവന് സാത്താൻ അവനെ അയച്ചത്, അവൻ്റെ സ്നേഹിതനെ അയച്ചത് പന്നികളെ മേയ്ക്കാൻ. ആ പന്നികളുടെ ആ കുഴിയിൽ, ചെളിക്കുഴിയിൽ അത് കഴിയാണ്. അവൻ തരംതാണ വ്യക്തി, അല്ല കുടുംബത്തിൽ പിറന്നവൻ,
നല്ല അപ്പനമ്മ, അവൻ്റെ അപ്പനമ്മയൊക്കെ വലിയ ആളായിരുന്നു, നല്ല പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഇന്ന് ഇവൻ വല്ലതും തകർന്ന് തരിപ്പണമായി പോയി. കാരണം അവന് താഴോട്ട് തരംതാണ ജീവിതം നയിക്കുന്ന മക്കളായിട്ട് മാറി. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയാ, യേശുവേ നന്ദി. അത് മക്കളെ, ഈ തരംതാണ ജീവിതം നയിക്കേണ്ടി ഇവൻ ആരാ? ഇവൻ ദൈവത്തിൻ്റെ മകനല്ലേ, ദൈവമകനല്ലേ, അപ്പൻ്റെ മോനല്ലേ ഇവന്. അത്രയും ശ്രേഷ്ഠമായവനല്ലേ അവൻ, ദൈവം സൃഷ്ടിച്ച മകനല്ലേ അത്. കഴിഞ്ഞ ഒരു 6-7 മാസം മുമ്പ് എനിക്കറിയാവുന്നൊരു ഫാമിലിയിലെ കൊച്ച്, കേരളത്തിൻ്റെ പുറത്തുള്ള, ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് രാത്രിയിൽ ഇവനൊരു കൂട്ടുകാരും കൂടെ ബൈക്ക് ഓടിച്ച് പോയിട്ട് നേരെ പോയിട്ട് ഡിവൈഡറിലോട്ട് കയറിപ്പോയി. പിന്നെ 22-21 നേഴ്സാണ് ഇവൻ. പോയി ആ സ്പോട്ടിലവൻ പോയി നടുറോഡിൽ കിടന്ന് ചത്തു, മരിച്ചവൻ. ഇഷ്ടംപോലെ ഇപ്പോൾ ഞങ്ങൾ ഈ മൂന്നാർ ഭാഗം, തേക്കടി ഭാഗത്തൊക്കെ ആൾക്കാരിങ്ങനെ ബൈക്കിനൊക്കെ പോകുന്നത് കാണാൻ പറ്റും. ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് ആ ഒരു ഭാഗം കൂട്ടി തേക്കടി ഭാഗം കൊടുക്കും. ഞാൻ കുറച്ച് പള്ളികളുണ്ട് കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക്. അപ്പം ഞങ്ങൾക്കിത് കാണാം, ഇഷ്ടംപോലെ സംഭവങ്ങൾ കാണാം. ഈ കുഞ്ഞുങ്ങളിങ്ങനെ ദൈവത്തിൽ അകലുന്നവൻ തവിട് കഴിക്കാൻ പോകുക. അതുകൊണ്ടെങ്കിലും ജീവൻ സന്തോഷം കിട്ടാൻ വേണ്ടി പോകുക. സ്വന്തം വീട്ടിൽ സ്നേഹം, ദൈവസ്നേഹം കിട്ടാൻ. നമ്മുടെ വീട്ടിൽ നിന്ന് ദൈവസ്നേഹം കിട്ടുന്നില്ല. സ്നേഹമുണ്ട്, അതൊരു ദൈവസ്നേഹമല്ല. നിഷ്കളങ്കത നിറഞ്ഞ, സ്വാർത്ഥത പാടില്ല. സ്വാർത്ഥതയില്ലാത്ത സ്നേഹം കിട്ടണം, ദൈവസ്നേഹം കിട്ടണം. കുരിശിൽ രക്തം ചിന്തി മരിച്ചത് എനിക്ക് വേണ്ടിയാണ് എൻ്റെ കർത്താവ് എന്നുള്ള തിരിച്ചറിവ് എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയണം. ആ സ്നേഹം, ആ ഈശോയെ കെട്ടിപ്പിടിക്കുന്ന, ആലിംഗനം ചെയ്യുന്ന, ആ ഈശോയുടെ കൂടെ ഇരിക്കുന്ന, ഈശോയെ സ്നേഹിക്കുന്ന ആ സ്നേഹം കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ നമ്മൾ ഇതിൻ്റെ ഒക്കെ പുറകെ പോകും. ആര് പറഞ്ഞാലും പോകും. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ദൈവസ്നേഹം തൊട്ടർ, അതാണ് റോമാഞ്ച്. പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകപ്പെട്ടിരിക്കുന്നു. ശരിക്കും പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു നിറയുമ്പോഴുള്ള ഏറ്റവും വലിയ അനുഭവം എന്താണെന്നറിയാമോ? ഞാനൊരു കാര്യം തിരിച്ചറിയും, എന്നെ സ്നേഹിക്കുന്നൊരു ഈശോ എനിക്കുണ്ട്, എന്നെ സ്നേഹിക്കുന്നൊരു ദൈവം എനിക്കുണ്ട്. ഇതെൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പറഞ്ഞു തരുന്നത് പരിശുദ്ധാത്മാവാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഈ സ്നേഹം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ ഞാൻ വഴിവിടുന്നില്ല. വഴിവിടാനുള്ള ആഗ്രഹങ്ങൾ പോവുക. കാരണം എനിക്കിഷ്ടം, അതെ, സൂര്യനുദിച്ച് നിൽക്കുമ്പോൾ താഴെ 5-6 തിരികൾ കെട്ടുപോയാൽ എൻ്റെ മുഖം വാടില്ല. സൂര്യൻ ഉദിക്കാതിരിക്കുമ്പോൾ തിരികെടുമ്പോൾ വീടിരുണ്ടു പോകുന്നു. വീട്ടിൽ ഭർത്താവൊന്നും സ്നേഹം തന്നില്ല, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ രോഗം വന്നു, ഭർത്താവ് ദൂരോട്ട് പോയി, അല്ലെ ഭാര്യ രോഗിയായി ദൂരേക്ക് പോയി, അല്ലെ മക്കൾ. അപ്പോൾ ഇത് വരുമ്പോൾ ഒരുപാട് മനസ്സിടിഞ്ഞ് ഇരുണ്ടു പോകുക, മുഖമൊക്കെ മാറി, സന്തോഷമൊക്കെ കെട്ടുപോയി. കാരണം ഇത്രയും നാളത്തെ ഈ ഭർത്താവിൻ്റെ പ്രകാശം ഭാര്യയാണ്, ഭർത്താവാണ് ഇതേ വീളുടെ പ്രകാശം, തിരിച്ചും മറിച്ച്. അപ്പോൾ ഇവരില്ലെങ്കിൽ ഇല്ല. അപ്പോൾ പോയി മുഴുവൻ തളം ഉടനെ പോവുക, അടുത്ത വഴി കണ്ടുപിടിക്കാൻ പോവുക. കാരണം ഇതെല്ലാം കാരണം എന്താ? മനുഷ്യ സ്നേഹത്തിൽ ആശ്രയിച്ചു, ദൈവസ്നേഹത്തിൽ ആശ്രയിച്ചില്ല. ദൈവസ്നേഹം ഹൃദയത്തിലേക്ക് എന്നെ സ്നേഹിക്കുന്നൊരു ദൈവമുണ്ടെന്നുള്ള അനുഭവം കിട്ടിക്കഴിയുമ്പോൾ എൻ്റെ മക്കളെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ശ്രമത്തിൽ പറയും ഹല്ലേലൂയാ. അപ്പം അങ്ങനെ ആ പന്നിക്കൂട്ടിൽ നിന്ന് ഇവനിങ്ങനെ വേസ്റ്റ് എടുത്ത് കഴിക്കുന്ന അവസ്ഥ, പ്രൈസ് ദി ലോർഡ്, അവന് തവിടെടുത്ത് കഴിക്കുന്നൊരവസ്ഥ. തവിടിലൊന്നുമില്ല, വെറുതെ വയറ് നിറയ്ക്കാവുന്നതേ ഉള്ളൂ, ഒരു പ്രയോജനവും ഇല്ല. അതാണ് ലോകസുഖങ്ങളെല്ലാം തന്നെ മദ്യപാനവും മധുരോത്സവങ്ങളും അശുദ്ധിയും ആഡംബരങ്ങളും ചില ആഘോഷങ്ങളും ഇതെല്ലാം വെറും തവിട. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ടൊന്നും അവൻ്റെ മനസ്സിൻ്റെ വേദന ശമിപ്പിക്കാൻ ആരെയും കൊണ്ടും പറ്റത്തില്ല. മനുഷ്യൻ്റെ മനസ്സിൻ്റെ മുറിവിൻ്റെ വേദനകളെ സുഖപ്പെടുത്താൻ സാധിക്കണമെങ്കിൽ അവൻ ഈശോയുടെ സ്നേഹം അവൻ രുചിച്ചറിയണം. അല്ലാണ്ട് ആര് സ്നേഹം കൊടുത്താലും ആ സ്നേഹം കൊണ്ടും നമുക്ക് തൃപ്തിപ്പെടാൻ പറ്റില്ല. പ്രിയപ്പെട്ട ദൈവമക്കൾ എല്ലാവരും വരണം. നമ്മൾ ആഗ്രഹിക്കുന്ന സ്നേഹം തരാൻ ഈ ഭൂമിയിൽ ആർക്കും സാധ്യമല്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ ആഗ്രഹിക്കുന്ന സ്നേഹം നമുക്ക് തരാൻ ഈ ഭൂമിയിൽ ആർക്ക് സാധ്യമല്ല. ആ ഒരു സ്നേഹം തരാൻ ആർക്ക് മാത്രമേ പറ്റുള്ളൂ? എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഈശോ നിന്നെ സ്നേഹിക്കുന്നത് അറിയണം. അതാണ് ഇവിടെ ധൂർത്തപുത്രൻ്റെ ഭൂമിയിലൂടെ ഈശോ നമ്മെ ദൈവപിതാവ് നിന്നെ സ്നേഹിക്കുന്നു, ദൈവം സ്നേഹിക്കുന്നു, ഈശോ സ്നേഹിക്കുന്നു പഠിപ്പിക്കുക. അങ്ങനെ ഇവന് പട്ടിണി കിടക്കുക, അവന് തവിട് കഴിച്ചുണ്ട്. നമ്മുടെ ചില ഈ തഴക്ക് ദോഷങ്ങളെല്ലാം തവിടുകളാണ്.
ഈ തഴക്കദോഷങ്ങളെല്ലാം ഹബിച്വൽ സിൻസ് എല്ലാം തവിടുകളാണ്. ആ തവിട് കഴിച്ചുകൊണ്ട് കഴിയുന്നത് അതിലൊരു സുഖമുണ്ട്. ആ സുഖം നിൽക്കുക. അത് അവൻ പന്നിക്കുഴിയിൽ എത്തുമ്പോഴായി തഴക്കദോഷങ്ങൾ തുടങ്ങുന്നത്. അവൻ അകന്നുപോയി. ദൈവസ്നേഹം അനുഭവിക്കാത്തവനാണ് ഇത് പോകുന്നത്. സ്ഥലമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ, യേശുവേ നന്ദി. തവിടുങ്ങ് കൊണ്ട് വയറ് നിറയ്ക്കാൻ അവൻ ആശിച്ചു, പക്ഷേ ആരും അവന് കൊടുത്തില്ല. അവസാനം അതുപോലും അവന് തൃപ്തി കൊടുക്കുന്നില്ല. മദ്യം പോലും അവന് സമാധാനം കൊടുക്കുന്നില്ല. വിളച്ച പാപം പോലും അവന് സന്തോഷം കൊടുക്കുന്നില്ല. പാപത്തിന്റെ മാക്സിമത്തിൽ അതുപോലെ അവൻ്റെ ദുഃഖം മാറ്റുന്നില്ല. പാപം പോലും മനുഷ്യൻ്റെ ദുഃഖം മാറ്റില്ല. പണം പോലും മനുഷ്യൻ ദുഃഖം മാറ്റില്ല. സ്ഥാനമാനം ഒന്നും ദുഃഖം മാറ്റത്തില്ല. അതുകൊണ്ടൊന്നും ഇവൻ്റെ വിശപ്പ് തീരുന്നില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അതല്ല ഈശോ സമരിയാക്കാരിയോട് പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 15 വരെയുള്ള വചനത്തിൽ പറയുന്നുണ്ട്, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. ഞാൻ നൽകുന്ന ജലം അത് കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ആ ജലം ആരാണ്? പരിശുദ്ധാത്മാവ്. ഈശോ നൽകുന്ന സമ്മാനമാണ് പരിശുദ്ധാത്മ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കുരിശു മരണത്തിൻ്റെ ഫലങ്ങളിൽ ഏറ്റവും വലിയ ഫലം ഈ പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മൾ നിറഞ്ഞു കഴിയുമ്പോൾ, ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവിനെ രുചിച്ച് കഴിയുമ്പോൾ നമ്മുടെ അത് ശരിക്കും എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ഈ ഭൂമിയിൽ ഇതൊന്നും കണ്ടിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. ഇതിനപ്പുറം ഒരു ജീവിതം എനിക്കുണ്ട്. ഒരു നിത്യജീവിതമുണ്ട്. പിതാവായ ദൈവത്തോടും പുത്രനായ ഈശോ മിശിഹായോടും പരിശുദ്ധാത്മാവിനോട് കൂടെയുമുള്ളൊരു ജീവിതം എനിക്കുണ്ട് എന്നത് ഞാൻ അനുഭവിക്കുക. ആ ദൈവനെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഈ ഒരു ബോധം ഇതാണ് ബോധം തെളിയുക. സ്ഥലമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. തവിട് കൊണ്ടെങ്കിലും വയറ് നിറയ്ക്കാൻ അവൻ ആശിച്ചു, പക്ഷേ ആരവനത് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ട്. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്നും മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകും. ശരിക്കും എന്താണ് ഈ സുബോധം? എന്താ ഈ കോൺഷ്യൻസ് ഉണ്ട്? ശരിക്കും അവൻ്റെ ബോധം തെളിഞ്ഞെന്താ? സുബോധം അവൻ്റെ വീടിനെ കുറിച്ചുള്ള, അവൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ബോധം, അവൻ ആരായിരുന്നുവെന്നുള്ള ബോധമുണ്ടാകുക. സുബോധം അതാണ്. അവൻ എവിടേക്ക് ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു സുബോധം, സ്വർഗത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകും. അത് തെളിഞ്ഞാൽ മാത്രമേ പന്നിക്കുഴിയോട് വിട പറയുകയുള്ളൂ. നിത്യജീവനെ കുറിച്ചുള്ള ആഴമേറിയ ബോധ്യം അത് ഹൃദയത്തിൽ നിറഞ്ഞെങ്കിൽ മാത്രമേ പന്നിക്കൂട്ടിൽ നിന്ന് പുറത്തു വരാൻ പറ്റുള്ളൂ. പന്നിക്കൂട്ടിൽ നിന്ന് പുറത്തു വരാത്തതിൻ്റെ കാരണം ഈ ഒരു സുബോധം തെളിഞ്ഞില്ല. അതായത് ഈ പന്നിക്കൂട്ടി കിടന്നുകൊണ്ട് ധൂർത്തപുത്രനൊരു സുബോധമുണ്ട്, ഒരു വെളിപാടുണ്ടായി. അവൻ ഓർക്കുക, അവൻ്റെ അപ്പനെ അവൻ ചിന്തിച്ചു, അവിടെയുള്ള ഭൃത്യന്മാരെ ചിന്തിച്ചു. അവർ ഭക്ഷണം കഴിക്കുന്നതും ആനന്ദിക്കുന്നതും അവൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു. ആ വീട്ടിലെ സൗകര്യങ്ങൾ മുഴുവൻ അറിഞ്ഞു. അതറിഞ്ഞപ്പോൾ ആ സ്നേഹിക്കുന്ന അപ്പനെ അവനോർത്തു, ഞാനാണല്ലോ ശരിക്കും തെറ്റ് ചെയ്തത്. എൻ്റെ അപ്പൻ എന്നെ ഉപേക്ഷിച്ചതല്ല, ഞാൻ അപ്പനെ ഉപേക്ഷിച്ച് പോകുന്നതല്ല തെറ്റ്. ആ ബോധം തെളിഞ്ഞു. ഇതാണ് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്നത്. സുബോധമുണ്ടാകും. ബോധം തെളിയുക, തെളിച്ചമുണ്ടാകുക. ഉറങ്ങിക്കിടക്കുന്നവൻ ഉണരുകയാ. ഉണരുന്ന അനുഭവം, ഒരു വെളിപാട് കിട്ടുക. അവന് വെളിപാട് കിട്ടി. പന്നിക്കൂടിൻ്റെ തകർച്ചയിൽ കിടന്നപ്പോൾ അവൻ തിരിച്ച ബോധം തെളിഞ്ഞു, ബോധവും ഉണ്ടായി. എഴുന്നേറ്റവും വട്ടം നോക്കുക, ഞാൻ എവിടെ? ഇതല്ലല്ലോ എൻ്റെ വീട്, ഇതല്ലല്ലോ എൻ്റെ വീട്, ഈ പന്നിക്കൂട്ടല്ലല്ലോ എൻ്റെ വീട്, ഇവിടെ കിടക്കേണ്ടവനല്ലോ ഞാൻ. ഈ മദ്യത്തിലും ഈ വേശ്യ ജീവിതത്തിലും ഇങ്ങനെ കഴിയേണ്ട കൊഞ്ഞല്ല. ഞാൻ ബലപ്പെട്ടവനാ, ഞാൻ ദൈവത്തിൻ്റെ മകനാ. ഞാൻ എങ്ങനെ ഇവിടെ പെട്ടുപോയി? ബോധം തെളിഞ്ഞു. ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കൾക്കും ഈ ധ്യാനത്തിൽ വെച്ച് ബോധം തെളിയണം. സ്വർഗം എന്നൊരു ഭവനമുണ്ട്. ആ ഭവനം കാണാത്തവനാ ഇവിടെ വലിയ ഭവനം പണിതുയർത്തുന്നത്. അത് കാണാത്തവൻ ഇവിടെ ഇഷ്ടം പോലെ പണിയും. അവൻ ഇതൊന്നും കാണിച്ചാൽ അവൻ ഈ തവിടിലാണ് അവൻ്റെ ആനന്ദം ഇരിക്കുന്നത്. ഈ തവിടാണ് അവൻ്റെ സുഖം. ഇതാണ് ഈ തഴക്കദോഷങ്ങളാണ് അവൻ്റെ ആത്മാവിനെ പിടിച്ചു നിർത്തുന്നതെന്ന് അവൻ ചിന്തിക്കുക. പന്നിക്കുഴിയിൽ കിടക്കുന്നവന് സുബോധം കൊടുക്കുന്ന ഒരു പരിശുദ്ധാത്മാവേ ഈ കൂട്ടായ്മയിൽ ഇറങ്ങി പ്രവർത്തിക്കണേ.
രക്തം ഇപ്പോൾ ഈ സ്ഥലത്തിന്റെ മേലും ഈ സ്ഥലത്ത് ഇപ്പോഴുള്ള മുഴുവൻ ആളുകളുടെ ഭവനത്തിന്റെ മേലും പ്രിയപ്പെട്ടവരുടെ ആരെല്ലാം ഇപ്പോൾ ഈശോയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നു. ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ ഓൺലൈനിലൂടെ കൂടിക്കൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് കുടുംബങ്ങളുടെ മേലും ഇപ്പോൾ കർത്താവായ യേശുവിന്റെ രക്തം തളിക്കപ്പെടട്ടെ. സഭയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ രക്തം, പരിശുദ്ധ രക്തം തളിക്കപ്പെടട്ടെ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും പരിശുദ്ധാത്മാഭിഷേകങ്ങളും ദേശത്ത് ഇപ്പോൾ സംഭവിക്കട്ടെ. കർത്താവിന്റെ ആത്മാവിന്റെ മേൽ ഉണ്ട്. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വാത്സല്യം ഇത് പ്രഘോഷിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. കർത്താവായ യേശു എനിക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യം എന്ന വലിയ ദാനം ഉപയോഗിച്ചുകൊണ്ട്, അധികാരം ഉപയോഗിച്ചുകൊണ്ട്, കൂദാശയെ, പൗരോഹിത്യം എന്ന കൂദാശയെ സ്നേഹിച്ചുകൊണ്ട്, കർത്താവായ യേശുവിൻ്റെ പൗരോഹിത്യത്തിൽ കർത്താവിനെ ഉൾച്ചേർത്തതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്, ആത്മീയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് സാത്താനെ ബന്ധിക്കുന്നു. ദേശത്തിന്റെ ഇരുട്ട് മാറട്ടെ. നിത്യപ്രകാശമായ ഈശോ എല്ലാ ഹൃദയങ്ങളിലേക്കും നിറയട്ടെ. ഈ ദേശത്തെ സുവിശേഷ പ്രഘോഷണത്തെ, സഭയുടെ വളർച്ചയെ ബ്ലോക്ക് ചെയ്യുന്ന അന്ധകാര ശക്തികളോട് ആജ്ഞാപിക്കുന്ന മക്കളെ വിട്ടുമാറുക. സഭാ മക്കളുടെ ശരീരത്തിലും മനസ്സിലും കൂട്ടിയിരിക്കുന്ന സാത്താനെ ബന്ധിച്ച് പുറത്താക്കുന്നു. കൈകൾ ഉയർത്തി സ്തുതിച്ചു. കർത്താവിന്റെ ആശീർവാദം കിട്ടുന്നു. ഈ സമയത്ത് ആയിരക്കണക്കിന് രോഗശാന്തികളും വിടുതലും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആയിരക്കണക്കിന് വിടുതൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആരെല്ലാം എനിക്ക് കിട്ടിക്കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു അവർക്കെല്ലാം